നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അധ്യാപകർ സാമൂഹ്യ നവോത്ഥാനത്തിന് നേതൃത്വം നൽകണമെന്ന് TP നഫീസ ബേബി. പരാമർശം KNM അധ്യാപക പരിശീലന കോഴ്സിന്റെ ഉദ്ഘാടന വേളയിൽ. അധ്യാപകർക്ക് മാത്രമേ മികച്ച പൗരന്മാരെ വാർത്തെടുക്കാൻ കഴിയൂ എന്നും നഫീസ ബേബി. വളപട്ടണം പാലത്തിൽ ഗതാഗത കുരുക്ക് രൂക്ഷം. മിന്നൽ പണിമുടക്ക് നടത്തി ബസ്സുകൾ. KSTP റോഡ് വഴി ഗതാഗതം നടത്താൻ അനുവദിക്കണമെന്ന ആവശ്യം. അനാവശ്യമായി ബസ്സുകൾക്കെതിരെ നടപടിയെടുക്കുന്നത് നിർത്തണമെന്നും ഉടമകൾ. കുഞ്ഞു കൈകളിൽ പിറന്നത് 30ഓളം ഹ്രസ്വ സിനിമകൾ. ചിത്രീകരിച്ചതെല്ലാം മൊബൈൽ ഫോണിൽ. അഴീക്കോട്ടെ കുഞ്ഞു താരമായി നിരോഷ് കൃഷ്ണ രാജേഷ്. തേടിയെത്തിയത് നിരവധി അംഗീകാരങ്ങൾ. വാർത്തകൾ വിശദമായി. കേരള നദുവത്തുൽ മുജാഹിദീൻ KNM സംസ്ഥാന വിദ്യാഭ്യാസ ബോർഡിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന അധ്യാപക പരിശീലന കോഴ്സിൻ്റെ 2ാം ബാച്ചിൻ്റെ ഉദ്ഘാടനം ചേംബർ ഹാളിൽ നടന്നു. ഡോക്ടർ TP നഫീസ ബേബി ഉദ്ഘാടനം ചെയ്തു. അധ്യാപകർ സാമൂഹ്യ നവോത്ഥാനത്തിന് നേതൃപരമായ പങ്ക് വഹിക്കണമെന്ന് നഫീസ ബേബി പറഞ്ഞു. രാജ്യത്തിന്റെ ശ്രേഷ്ഠ വിഭവം പൗരന്മാരാണ്. ആ പൗരന്മാരെ രാജ്യത്തിന് ഉപയുക്തമാകും വിധം വളർത്തിയെടുക്കുവാൻ അധ്യാപകർക്ക് മാത്രമേ സാധിക്കൂ എന്നും നഫീസ ബേബി കൂട്ടിച്ചേർത്തു. പിന്നെ എപ്പോഴും നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകുന്നത്, നമ്മൾ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ കൃത്യമായി നമസ്കരിക്കുകയോ കൃത്യമായി നോക്കുകയോ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ആയി എന്ന് തോന്നുമ്പോൾ സമൂഹത്തിനോടുള്ള കുറെ ബാധ്യതകൾ നിറവേറ്റാതെ പോകുന്നതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയുന്നത്, നമ്മുടെ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ റോഡിൽ പാലിക്കേണ്ട കുറെ മര്യാദകളുണ്ടാവും. ഇപ്പോൾ നമ്മുടെ കാറിനെ കൊണ്ട് മാഷാല്ലാന്ന് എഴുതിയിട്ടുള്ള കാറായിരിക്കും. റോഡിൽ ട്രാഫിക് സിഗ്നൽ നോക്കാതെ കയറി പോകുമ്പോഴൊക്കെ ഒരു മുസ്ലിമിന്റെ കാറാണ്, അത് നോക്കി സിഗ്നൽ ധരിച്ചു പോകുന്നുണ്ട്, അല്ലെങ്കിൽ റോങ് സൈഡിൽ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ആവശ്യമില്ലാതെ ഓവർടേക്ക് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോഴെന്താവും, നമ്മളെ പറ്റിയുള്ള ഒരു പൊതു ധാരണ മോശമായി പോകുന്നത്. ശാസ്ത്രീയമായ പരിശീലനം ലഭിച്ച മദ്രസ അധ്യാപകരെ വാർത്തെടുക്കുന്നതിനായി KNM വിദ്യാഭ്യാസ ബോർഡ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ഡിപ്ലോമ ഇൻ മദ്രസ ടീച്ചർ എഡ്യൂക്കേഷൻ കോഴ്സിന്റെ ആദ്യ ബാച്ച് കഴിഞ്ഞ ഒക്ടോബറിൽ പുറത്തിറങ്ങി. പുതിയ ബാച്ചിൽ സംസ്ഥാനത്തെ 25 കേന്ദ്രങ്ങളിൽ 1000 പഠിതാക്കൾ ഉണ്ടാകും. ഖുർആൻ, അറബി ഭാഷ, ഇസ്ലാമിക ചരിത്രം, കർമ്മശാസ്ത്രം, അധ്യാപന മനഃശാസ്ത്രം, അധ്യാപന രീതിശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ബൃഹത്തായ പാഠ്യ പദ്ധതിയാണ് കോഴ്സിന് വേണ്ടി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. KNM വിദ്യാഭ്യാസ ബോർഡ് ചെയർമാൻ ഡോക്ടർ PP അബ്ദുൽ ഹഖ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ KNM സംസ്ഥാന സെക്രട്ടറിമാരായ MT അബ്ദുസമദ് സുല്ലമി, ഡോക്ടർ സുൽഫിക്കർ അലി, KP ഇസാഖ് അലി, റഫീഖ് കൊടിയത്തൂർ, ഷമീം സ്വലാഹി മടവൂർ, ഡോക്ടർ PMA വഹാബ്, CH ഇസ്മായിൽ ഫാറൂഖി, അബ്ദുറഹ്മാൻ മാസ്റ്റർ, നിസാമുദ്ദീൻ കണ്ണൂർ, ഷഹനാസ് റഷീദ്, അൻസാർ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. നവീൻ ബാബുവിൻ്റെ മരണത്തിലേക്ക് നയിച്ച അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട് TV പ്രശാന്തൻ്റെ പരാതി മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിന് ലഭിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ഇരിക്കൂർ മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി TNA ഖാദർ നൽകിയ വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യത്തിനാണ് ഈ മറുപടി ലഭിച്ചത്. മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ നിര്യാണത്തിൽ അനുശോചിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുശോചന യോഗം സംഘടിപ്പിച്ചു. DCCയിൽ നടന്ന യോഗത്തിന് പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് നേതൃത്വം നൽകി. സർവമത പ്രാർത്ഥനയും അനുശോചന യോഗവും നടത്താൻ വേണ്ടി ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും നടത്താൻ വേണ്ടി നമ്മൾ നിർദ്ദേശിച്ചിട്ടുമുണ്ട്. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവമത പ്രാർത്ഥനയും ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും അനുശോചന യോഗവും ചേർന്നത്. ദരിദ്രമായ സാഹചര്യങ്ങളിൽ നിന്നാണ് മൻമോഹൻ സിംഗ് വളർന്നു വന്നത്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ശില്പിയായ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തോടെ ഒരു യുഗത്തിനാണ് അന്ത്യം കുറിക്കുന്നത്. സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദവും, പഞ്ചാബ് സർവകലാശാലയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും, കേംബ്രിഡ്ജ്, ഓക്സ്ഫോർഡ് സർവകലാശാലകളിൽ നിന്ന് ഉന്നത ബിരുദവും ഡോക്ടറേറ്റും നേടി.
1991 അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹറാവു സാമ്പത്തിക വിദഗ്ധനായ മൻമോഹൻ സിംഗിനെ ധനമന്ത്രിയാക്കി. 1999 മുതൽ 2004 വരെ രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവായിരുന്നു. 2004 മുതൽ 2014 വരെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദം അലങ്കരിച്ചു. 1987 പത്മവിഭൂഷൺ മുതൽ 7ഓളം പ്രധാന പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ട് രാജ്യത്തിനകത്തും പുറത്തുനിന്നും നിരവധി നേതാക്കൾ അന്ത്യോപചാരമർപ്പിക്കാനെത്തി. നടത്തിയ കാലഘട്ടങ്ങളിൽ അദ്ദേഹം കൊണ്ടുവന്ന വിപ്ലവാത്മകമായ പരിഷ്കാരങ്ങൾ, എത്ര നല്ല കാര്യങ്ങൾ, കോടിക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകുന്ന തൊഴിലുറപ്പ് പദ്ധതി, രാജ്യത്തിൻ്റെ ജനങ്ങളുടെ ഐഡന്റിറ്റിയായ ആധാർ കാർഡ്, 27,000 കോടി ഉറുപ്പിക കർഷകരുടെ കടാശാംശങ്ങൾ എഴുതിത്തള്ളി. കർഷകർക്ക് ജീവിക്കാൻ ആവശ്യമായ മാനമായ കാര്യങ്ങൾ. സച്ചാർ കമ്മീഷൻ, ഒരു രാജ്യത്തിലെ ജനവിഭാഗം പ്രയാസം മനസ്സിലായപ്പോഴും അതിൻ്റെ കണക്കെടുക്കാൻ വേണ്ടി സച്ചാർ കമ്മീഷൻ, അങ്ങനെ ജീവിതത്തിൻ്റെ നാനാതുറകളിലുമുള്ള ആളുകളെ സമത്വീകരിക്കാൻ വേണ്ടി പരിഷ്കാരങ്ങൾ. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സർവമത പ്രാർത്ഥനയിലും പുഷ്പാർച്ചനയിലും KPCC DCC ഭാരവാഹികളായ VA നാരായണൻ, VV പുരുഷോത്തമൻ, പ്രൊഫസർ AD മുസ്തഫ, രജനി രാമാനന്ദ്, സുരേഷ് ബാബു എളയാവൂർ, അഡ്വക്കേറ്റ് റഷീദ് കവായി, അഡ്വക്കേറ്റ് TO മോഹനൻ, T ജയകൃഷ്ണൻ, CV സന്തോഷ്, സജിത് മാട്ടോൽ, KC ഗണേശൻ, MK മോഹൻ, MP വേലായുധൻ, കൂക്കിരി രാജേഷ്, കല്ലിക്കോടൻ രാകേഷ്, P മുഹമ്മദ് ഷമ്മാസ് തുടങ്ങിയവർ സംബന്ധിച്ചു. DCC അങ്കണത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിലാണ് പരിപാടി ഒരുക്കിയത്. മൻമോഹൻ സിംഗിനെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നിഗൻ ബോധ്ഘട്ടിൽ അന്ത്യവിശ്രമം. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ PBCA ജില്ലാ സമ്മേളനം 29-ന് കൂത്തുപറമ്പ് KUP സ്കൂളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രതിനിധി സമ്മേളനം KK ശൈലജ MLA ഉദ്ഘാടനം ചെയ്യും. രാവിലെ 10 മണിക്ക് PBCA ജില്ലാ പ്രസിഡന്റ് C മോഹനൻ പതാക ഉയർത്തും. കേരളത്തിലെ കെട്ടിട നിർമ്മാണ രംഗത്തെ കരാറുകാരുടെ സംഘടനയായിട്ടുള്ള PBCയുടെ 5ാമത് സംസ്ഥാന സമ്മേളനം 2025 ഫെബ്രുവരി മാസം 8, 9, 10 തീയതികളിലായി പത്തനംതിട്ടയിൽ വെച്ച് നടക്കുക. വളരെ വിപുലമായ നിലയിൽ പതാക ജാഥ, കൊടിമര ജാഥ ഉൾപ്പെടെയുള്ള സെമിനാറുകൾ ഉൾപ്പെടെയുള്ള വിപുലമായ പരിപാടികളിലാണ് സംസ്ഥാന സമ്മേളനം നടത്തുന്നത്. അതിന്റെ മുന്നോടിയായി കണ്ണൂർ ജില്ലാ സമ്മേളനം നാളെ രാവിലെ മുതൽ കൂത്തുപറമ്പിൽ വെച്ച് നടക്കുക. നമ്മുടെ മട്ടന്നൂർ MLA മുൻ മന്ത്രിയുമായിട്ടുള്ള KK ശൈലജ ടീച്ചറാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. കഴിഞ്ഞ 3 വർഷക്കാലത്തെ നമ്മൾ സംഘടന നടത്തിയ പ്രവർത്തനങ്ങളാണ് സ്വാഭാവികമായും ഇത്തരം സമ്മേളനങ്ങൾ വിലയിരുത്തപ്പെടുന്നത്. ആ വിലയിരുത്തിക്കൊണ്ട് നമ്മുടെ വരും കാലഘട്ടങ്ങളിൽ നമ്മൾ എങ്ങോട്ട് മുന്നോട്ട് പോകാൻ സംബന്ധിച്ചുള്ള തീരുമാനമെടുത്തുകൊണ്ട് സമ്മേളനം അവസാനിക്കും. ജില്ലാ സെക്രട്ടറി K ചന്ദ്രൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കും. അകാരണമായി ക്വാറി ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിപ്പിച്ചത് ചെറുകിട കരാറുകാരെ തകർക്കുമെന്ന് ഭാരവാഹികൾ ആരോപിച്ചു. ക്വാറി മുതലാളിമാരുടെ ഈ പകൽ കൊള്ളയ്ക്കെതിരെ BBCA ശക്തമായ സമരം നടത്തും. വാർത്താ സമ്മേളനത്തിൽ T മനോഹരൻ, K ചന്ദ്രൻ, C മോഹനൻ, CP ബാബു, CP രാജൻ, V പ്രദീപൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇടവേളക്കുമ്പായി പ്രധാന വാർത്തകൾ വീണ്ടും. അധ്യാപകർ സാമൂഹ്യ നവോത്ഥാനത്തിന് നേതൃത്വം നൽകണമെന്ന് TP നഫീസ ബേബി. പരാമർശം KNM അധ്യാപക പരിശീലന കോഴ്സിന്റെ ഉദ്ഘാടന വേളയിൽ. അധ്യാപകർക്ക് മാത്രമേ മികച്ച പൗരന്മാരെ വാർത്തെടുക്കാൻ കഴിയൂ എന്നും നഫീസ ബേബി. വളപട്ടണം പാലത്തിൽ ഗതാഗത കുരുക്ക് രൂക്ഷം. മിന്നൽ പണിമുടക്ക് നടത്തി ബസ്സുകൾ. KSTP റോഡ് വഴി ഗതാഗതം നടത്താൻ അനുവദിക്കണമെന്ന ആവശ്യം. അനാവശ്യമായി ബസ്സുകൾക്കെതിരെ നടപടിയെടുക്കുന്നത് നിർത്തണമെന്നും ഉടമകൾ. കുഞ്ഞു കൈകളിൽ പിറന്നത് 30ഓളം ഹ്രസ്വ സിനിമകൾ. ചിത്രീകരിച്ചതെല്ലാം മൊബൈൽ ഫോണിൽ. അഴീക്കോട്ടെ കുഞ്ഞു താരമായി നിരോഷ് കൃഷ്ണ രാജേഷ്. തേടിയെത്തിയത് നിരവധി അംഗീകാരങ്ങൾ. പറഞ്ഞ തുക മുഴുവനുണ്ട്, വേണ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെയായി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ?
കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. വാർത്തകൾ തുടരുന്നു. വളപട്ടണം പാലത്തിലെ ഗതാഗത കുരുക്ക്. പഴയങ്ങാടി കണ്ണൂർ റൂട്ടിൽ ബസ്സുകൾ പണിമുടക്കി. KSTP റോഡ് വഴി ബസ്സുകളെ കടത്തിവിടണമെന്നാവശ്യപ്പെട്ടാണ് മിന്നൽ പണിമുടക്ക് നടത്തിയത്. സമരത്തോടനുബന്ധിച്ച് യാത്രക്കാരെ പാതി വഴിയിൽ ഇറക്കിവിട്ടു. വളപട്ടണം പാലത്തിൽ സ്ഥിരമായി ഉണ്ടാകുന്ന ഗതാഗത കുരുക്കിൽപ്പെടുന്ന ബസ്സുകളെ പാപ്പനശ്ശേരി കോട്ടൺസ് റോഡ് വഴി വിടുന്നത് കാരണം ബസ്സുകൾക്ക് സർവീസ് നടത്താൻ കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ ബസ്സുകൾക്കെതിരെ നടപടിയെടുക്കുന്ന നിയമപാലകരുടെ നടപടിയിൽ കൂടി പ്രതിഷേധിച്ചാണ് പഴയങ്ങാടി കണ്ണൂർ റൂട്ടിൽ ഓടുന്ന ബസ്സുകൾ മിന്നൽ പണിമുടക്ക് നടത്തിയത്. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മുണ്ടയാട് ചാലിൽമൊട്ട പള്ളിപ്പുറം ഭാഗത്ത് നിർമ്മിച്ച പാലത്തിന് ആവശ്യമായ ഉയരമില്ലെന്നും അതിനാൽ അടിപ്പാതയുടെ നിർമ്മാണം അശാസ്ത്രീയമാണെന്നും ആരോപിച്ച് പ്രത്യക്ഷ സമരവുമായി പ്രദേശവാസികൾ രംഗത്ത്. നേരിട്ട് പ്രദേശത്ത് എത്തി പരിഹാരമുണ്ടാക്കാം എന്ന് പറഞ്ഞിട്ടും അധികൃതർ വാക്ക് പാലിക്കാത്തതിൽ പ്രതിഷേധിച്ച് സമരക്കാർ ദേശീയപാത പ്രവൃത്തി തടസ്സപ്പെടുത്തി. ഈ വിഷയം ചൂണ്ടിക്കാട്ടി കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിക്ക് കത്തുമയച്ചു. ദേശീയപാത നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചതു മുതൽ അടിപ്പാതയുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങളാണ് ഉയർന്നുവരുന്നത്. ഇതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് പള്ളിപ്പുറത്തു നിന്നും കടാങ്കോട് വാരം വഴി പോകുന്ന വാഹനങ്ങൾക്ക് നിർമ്മിച്ച ചാലിൽമൊട്ടയിലെ അടിപ്പാത. ദേശീയപാതയുമായി ബന്ധപ്പെട്ട് നിർമ്മിക്കുന്ന പാലത്തിന് ആവശ്യമായ ഉയരം ഇല്ലാത്തതാണ് പ്രദേശവാസികളുടെ പ്രതിഷേധത്തിന് കാരണമായത്. കണ്ണൂരിലേക്കും മറ്റു പ്രദേശങ്ങളിലേക്കും ഇതുവഴി കടന്നുപോകുന്ന വാഹനങ്ങൾക്ക് പാലത്തിന്റെ ഉയരം സംബന്ധിച്ചുള്ള ആശങ്ക നേരത്തെ തന്നെ അധികൃതരുമായി പങ്കുവച്ചിരുന്നു. പ്രശ്നപരിഹാരം ഉണ്ടാക്കാമെന്ന് വാക്ക് നൽകിയെങ്കിലും അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ദേശീയപാത പ്രവൃത്തി തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഉപരോധ സമരത്തിന് സമരക്കാർ നിർബന്ധിതമായത്. നമ്മുടെ ഈ ബൈപ്പാസ് റോഡ് നിർമ്മാണം ആരംഭിച്ചതു മുതൽ ഈ പ്രദേശവാസികളിൽ ചാലിൽമൊട്ട പള്ളിപ്പുറം ടു റോഡ് അതിൻ്റെ അണ്ടർപാസുമായി ബന്ധപ്പെട്ട് നിരന്തരം ഇതിനെ ബന്ധപ്പെട്ടവരെ കാണുകയും സംസാരിക്കുകയും ഈ പ്രദേശവാസികൾക്ക് പ്രയാസം വരുന്ന തോതിൽ ഈ പാലം നിർമ്മാണം ഉണ്ടാകൂല എന്ന് ഉറപ്പ് നൽകുകയും ആ ഉറപ്പ് പാലിക്കാതെ ഒരു സ്കൂൾ ബസ്സിനോ ആംബുലൻസിനോ പോലും കടന്നു പോകാൻ കഴിയാത്ത അത്തര ഉയരത്തിലാണ് ഇപ്പോൾ അതിൻ്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ കാലത്ത് ഇതിൻ്റെ ബന്ധപ്പെട്ടവരുമായി സംസാരിക്കുകയും ഇന്ന് നമുക്ക് ഇവിടുന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞെങ്കിലും അവരാരും തന്നെ വന്നില്ല. അതുകൊണ്ടാണ് പ്രദേശവാസികൾ ഒന്നടങ്കം ഇവിടെ വന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി തടഞ്ഞുകൊണ്ട് ഉപരോധ സമരം നടത്തുകയാണ്. ഈ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ പ്രവൃത്തി തടയണമെന്ന് ആഗ്രഹിച്ചതല്ല. പക്ഷെ അവർക്ക് ഭാവിയിൽ ഒരു തരത്തിൽ ഉപകരിക്കാൻ പറ്റാത്ത രീതിയിൽ ഇതിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുക. അത് ഏതാണ്ട് കാലാകാലങ്ങളിൽ നിലനിൽക്കുന്ന ഒരു പ്രവൃത്തി എന്ന നിലയിൽ ഒരടി കൂടി അതിൻ്റെ ഉയരം ഉയർത്തിത്തരണമെന്നാണ് ഈ പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്.
ഈ പ്രദേശത്തിൽ കൂടി കണ്ണൂരിലേക്കും അതുപോലെ മറ്റു 5-6 മേഖലകളിലേക്കും വാഹനം കടന്നു പോകുന്നത് ഈ റോഡ് വഴിയാണ്. ഏതാണ്ട് 10-15ഓളം സ്കൂൾ ബസ്സുകൾ നിരന്തരം കടന്നു പോകുന്ന ഇതാണ്. ഒരു അത്യാഹിതം വന്നു കഴിഞ്ഞാൽ ഒരു ഫയർഫോഴ്സിന് പോലും കടന്നു വരാൻ പറ്റാത്ത രീതിയിലാണ് ഇതിൻ്റെ ഉയരം നിർമ്മിച്ചിട്ടുള്ളത്. അതിനൊരു മാറ്റം വരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ എന്ത് പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നാലും ഇത് ഞങ്ങൾക്ക് അനുവദിച്ചു തരാൻ ബന്ധപ്പെട്ടവർ സന്നദ്ധമാകണം, അതുവരെ ഈ സമരം തുടരും എന്ന നിലയിലാണ് ഈ പ്രദേശവാസികൾ എല്ലാം വിട്ടെറിഞ്ഞുകൊണ്ട് സ്വന്തം വീടിലെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഈ ചുട്ടുകൊള്ളുന്ന വെയിലത്ത് വന്ന് നിന്നിട്ടുള്ളത്. വേണ്ടത്ര വീതിയോ ഉയരമോ ഇല്ലാതെയാണ് ഇവിടെ അടിപ്പാത നിർമ്മിച്ചിട്ടുള്ളത്. അടിയന്തര ഘട്ടത്തിൽ ആംബുലൻസുകൾക്ക് പോലും കടന്നു പോകാനാവില്ലെന്നും പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു. വിഷയം ചൂണ്ടിക്കാട്ടി കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. അടിപ്പാത നിർമ്മാണ പ്രാരംഭഘട്ടം മുതൽ തന്നെ ഈ വിഷയം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടെന്നും കത്തിൽ പറയുന്നു. സ്കൂൾ ബസ്സുകൾക്ക് പോലും കടന്നു പോകാനാവാത്ത ഈ പാത ഒരു പ്രദേശത്തെ മുഴുവൻ ജനങ്ങളുടെയും ജീവിത പ്രശ്നമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. കണ്ണാടിപ്പറമ്പ് വള്ളുവൻകടവ് മുത്തപ്പൻ മടപ്പര തിരുവപ്പന മഹോത്സവം ഡിസംബർ 31 രാവിലെ 7 മണിക്ക് ക്ഷേത്രം തന്ത്രി കാട്ടുമാടം എള്ളയടത്ത് ഈശാനൻ നമ്പൂരിപ്പാട് കൊടിയേറ്റം നടത്തുന്നതോടെ ആരംഭിക്കും. വൈകിട്ട് 5 മണിക്ക് കലവറ നിറക്കൽ ഘോഷയാത്രകൾ, രാത്രി 7-ന് തിരുവപ്പന മഹോത്സവം ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനവും വിശിഷ്ട വ്യക്തികളെ ആദരിക്കലും KV സുമേഷ് MLA നിർവഹിക്കും. രാവിലെ 10 മണിക്ക് സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും ആയുർവേദ സെമിനാറുകളും, 12 മണിക്ക് ശ്രീശങ്കരം തിരുവാതിര ടീം കണ്ണൂർ അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളിയും, താലോലം, നാട്ടരങ്ങ്, ബാലവേദി, കാട്ടാമ്പള്ളി അവതരിപ്പിക്കുന്ന നാടൻ പാട്ടും നടക്കും. 4-ന് രാവിലെ നാഗസ്ഥാനത്തെ ബ്രഹ്മശ്രീ പാമ്പമേക്കാട്ട് ഇല്ലത്തെ വല്ലഭൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നിവേദ്യവും പൂജയും 100 പാലും, വൈകുന്നേരം സർപ്പബലിയും നടക്കും. 6-ന് വൈകിട്ട് 5 മണിക്ക് മുത്തപ്പൻ വെള്ളാട്ടം, 6-ന് ഗുളികൻ വെള്ളാട്ടം, 7-ന് കാഴ്ചവരവ്, 7:30-ന് കണ്ണാടിപ്പറമ്പ് തെരു കൂട്ടായ്മ അവതരിപ്പിക്കുന്ന രാഗോത്സവം, 8 മണിക്ക് ഭഗവതി വെള്ളാട്ടം, 10-ന് മീനമൃത് എഴുന്നള്ളത്ത്, 11-ന് കളിക്കപ്പാട്ട്, 12 മണിക്ക് കലശം വരവ്, 7-ന് പുലർച്ചെ 4 മണിക്ക് ഗുളികൻ തിറ, 5 മണിക്ക് തിരുവപ്പന വെള്ളാട്ടം പുറപ്പാട്, 8-ന് എടലാപുരത്ത് ചാമുണ്ടിയുടെ തിറ, ഉച്ചയ്ക്ക് ശേഷം ഉത്സവ കൊടിയിറക്കൽ. എല്ലാ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് മുത്തപ്പൻ മലയിറക്കൽ, വൈകുന്നേരം വെള്ളാട്ടം. ഉത്സവ ദിവസങ്ങളിൽ രാവിലെ പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്കും രാത്രിയിലും അന്നദാനവും ഉണ്ടായിരിക്കും. മുത്തപ്പൻമാർപ്പുരയുടെ ഈ വർഷത്തെ തിരുവപ്പന മഹോത്സവം ഈ വരുന്ന ഡിസംബർ 31 മുതൽ 7-ാം തീയതി വരെ വളരെ ഗംഭീരമായ കലാ സാംസ്കാരിക പരിപാടികളോടുകൂടി നടത്താൻ വേണ്ടി നിശ്ചയിച്ചിരിക്കുകയാണ്. ഈ വർഷത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ഷേത്രം നിലവിൽ വന്നിട്ട് 20 വർഷം പൂർത്തിയാകുന്ന 20 വർഷമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകം ഒരു പ്രോഗ്രാം ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാദേശികമായിട്ടുള്ള കലാ സാംസ്കാരിക പരിപാടികളും മറ്റുമാണ് ഈ വർഷം അവതരിപ്പിക്കുന്നത്. അതുകൂടാതെ തന്നെ വളരെ വലിയ രീതിയിൽ കണ്ണാടിപ്പറമ്പിന്റെ എല്ലാ ഭാഗത്തു നിന്നും ഒരു കലവറ നടക്കലും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പ്രദേശവാസികളുടെ ഒരു തീരുമാനം അനുസരിച്ച് തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. വാർത്താ സമ്മേളനത്തിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ അരിയമ്പാട്ട് അച്യുതൻ, കൺവീനർ MK രമേശൻ, ട്രഷറർ T ഗംഗാധരൻ, ഫുഡ് കമ്മിറ്റി ചെയർമാൻ രാജൻ അഴീക്കോടൻ, പ്രോഗ്രാം ആൻഡ് പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ ചോറൻ ഗോപാലൻ, ജോയിന്റ് കൺവീനർ MO രാമകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. തിരക്കഥാ സംവിധാനം, അഭിനയം തുടങ്ങിയ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച് 6-ാം ക്ലാസ് വിദ്യാർത്ഥി നിരോഷ് കൃഷ്ണ രാജേഷ് ഇതിനോടകം ചെയ്തു തീർത്തത് 30ഓളം ഹ്രസ്വ സിനിമകൾ. അതും മൊബൈൽ ഫോണിലാണ് ചിത്രീകരിച്ചത് എന്നതും മറ്റൊരു പ്രത്യേകതയാണ്. അഴീക്കോട് കച്ചേരിപ്പാറയിലെ രാജേഷ് നിമിഷ ദമ്പതികളുടെ മകനാണ്. നിരവധി അവാർഡുകളും ഈ കാലയളവിൽ ഈ കുഞ്ഞു കലാകാരനെ തേടി എത്തിയിട്ടുണ്ട്. സ്വന്തം തിരക്കഥ എഴുതി സ്വന്തം മൊബൈലിൽ ഷോർട്ട് ഫിലിം ചെയ്ത വലിയൊരാളുണ്ട് നമ്മുടെ കൂടെ. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. പിന്നെ ആര് പറയും, ഒരാളുണ്ട് ഇവിടെ. കസ്തൂർബ പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥി അഴീക്കോട് കച്ചേരിപ്പാറയിലെ നിരോഷ് കൃഷ്ണ രാജേഷാണ് ഇപ്പോൾ നാട്ടിൽ താരം. 30-ലധികം ഷോർട്ട് ഫിലിമുകൾ ഈ കുഞ്ഞു പ്രായത്തിൽ നിരോഷിന്റെ കൈകളിലൂടെ പിറന്നു. സഹായത്തിന് അച്ഛനും അമ്മയും കൂടെ തന്നെയുണ്ട്. ഷോർട്ട് ഫിലിം ആയാലും സിനിമയായാലും നാടകമായാലും തിരക്കഥ രചിക്കുന്നതിന് സ്വതന്ത്ര ചിന്താഗതിയുള്ളവർക്ക് മാത്രമേ കഴിയൂ. അങ്ങനെ ഒരാളാണ് 4th സ്റ്റാൻഡേർഡ് മുതൽ 30ഓളം ഷോർട്ട് ഫിലിം ചെയ്ത നിരോഷ്. 10 വർഷത്തിലധികമായി കുവൈറ്റിലുള്ള കുടുംബം അവിടെ സിനിമാ കൂട്ടായ്മയിലായിരുന്നു.
പറയുന്നു. അച്ഛനും അമ്മയും കുവൈറ്റിൽ നടന്ന വഴിയിലൂടെ നിരോഷും നടന്നു. അങ്ങനെയാണ് നിരവധി ഷോർട്ട് ഫിലിമുകൾ ജന്മമെടുത്തത്. സ്വപ്നത്തിൽ കാണുന്ന കാര്യങ്ങൾ സിനിമയാക്കുകയാണെന്ന് നിരോഷ് പറയുന്നു. എൻ്റെ പേര് നിരോഷ് കൃഷ്ണ രാജേഷ്. ഞാൻ കസ്തൂർബ പബ്ലിക് സ്കൂളിൽ 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഞാൻ സിനിമയൊക്കെ ഡയറക്റ്റ് ചെയ്യാറുണ്ട്, അഭിനയിക്കാറുണ്ട്, സ്ക്രിപ്റ്റ് എഴുതാറുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഞാൻ ചെയ്ത ഒരു ഫിലിമാണ് കട്ടുറുമ്പ്. അപ്പോൾ കട്ടുറുമ്പിനകത്ത് എനിക്ക് 2 അവാർഡ്സ് കിട്ടിയിരുന്നു. നമ്മുടെ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഭാഗം എനിക്ക് 2 അവാർഡ് കിട്ടിയിരുന്നു. ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റും ബെസ്റ്റ് ചൈൽഡ് ഫിലിമും. ഞാനിങ്ങനെ ഈ സിനിമേൻ്റെ വേദിനകത്തോട്ടേക്ക് വരാൻ കാരണം തന്നെ എൻ്റെ പേരൻസാണ്. എൻ്റെ അച്ഛനും ഈ പണ്ട് തന്നെ കുറച്ച് ഇങ്ങനത്തെ ഷോർട്ട് ഫിലിംസ് തന്നെ ഡയറക്റ്റ് ചെയ്യും, സ്ക്രിപ്റ്റ് ചെയ്തും. ഞാൻ ചെയ്യുന്ന അതേ സാധനം തന്നെ എൻ്റെ അച്ഛനും ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ട് ഇപ്പം ഞാനും ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഞാൻ ഈ വേദിയിലേക്ക് വന്നു. പിന്നെ ഈ സ്ക്രിപ്റ്റൊന്നും ഞാൻ തന്നെ അതിനു വേണ്ടിയിട്ട് ആലോചിച്ചിട്ട് ഉണ്ടാക്കിയൊന്നുമല്ല. ഞാനൊരു സ്വപ്നം കാണും, ആ സ്വപ്നം ഞാനിങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ നേരെ സ്ക്രീൻ പ്ലേ ആക്കി തീർക്കും. അതാണ് ഞാനൊരു സിനിമയാക്കി എടുക്കുന്നത്. 2 സിനിമ ഡയറക്റ്റ് ചെയ്യുകയും 10ഓളം സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തു. കട്ടുറുമ്പ് എന്ന സിനിമയ്ക്ക് ചൈൽഡ് ആർട്ടിസ്റ്റ് ബെസ്റ്റ് സ്റ്റുഡന്റ് അവാർഡ് ലഭിച്ചു. പപ്പിക്കുട്ടികളെ കേന്ദ്ര കഥാപാത്രമാക്കിയ അമൂർ എന്ന ഷോജികെ സേതു സംവിധാനം ചെയ്ത് പ്രശസ്ത നടൻ സന്തോഷ് കീഴാറ്റൂർ അഭിനയിച്ച കുത്തൂട് എന്ന സിനിമയിലും നിരോഷ് കൃഷ്ണ രാജേഷ് അഭിനയിച്ചു. സന്തോഷ് കീഴാറ്റൂരിനൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമാണെന്ന് ഈ കൊച്ചു കലാകാരൻ പറയുന്നു. പിന്നെ ഞാനൊരു മലയാള സിനിമയത്ത് അഭിനയിച്ചിട്ടുണ്ട്. മനോജ് കെ സേതു ഡയറക്റ്റ് ചെയ്ത കുത്തൂട് എന്ന സിനിമയകത്ത് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നായികനെ മോനായിട്ടാണ് എനിക്ക് ചാൻസ് കിട്ടിയത്. സന്തോഷ് കീഴാറ്റൂരിൻ്റെ ഒപ്പം അഭിനയിക്കാനും ചാൻസ് കിട്ടി. സോഷ്യൽ ആക്റ്റീവായിട്ടുള്ള സിനിമകളാണ് ചെയ്യുന്നത്. നിരോഷിന്റെ അമ്മ അഴീക്കോട് വെസ്റ്റ് UP സ്കൂൾ അധ്യാപിക നിമിഷ പറഞ്ഞു. മാഡം, ഇനി പുതുതായിട്ട് എന്തെങ്കിലും തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അവന് ഒരു മൂവിയുടെയും കൂടി പണിപ്പുരയിലാണ്, അത് അനൗൺസ് ചെയ്യാനായിട്ടില്ല. അതിനെപ്പറ്റി ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക. അവൻ തന്നെ ഇങ്ങനെ പറഞ്ഞു, പിന്നെ സ്റ്റോറി അവൻ പറഞ്ഞു തരും. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, അമ്മ ഇത് നമുക്ക് സ്ക്രിപ്റ്റ് ആക്കണം ഇങ്ങനെ പറഞ്ഞു തന്നിട്ട് അതിനെ ഞങ്ങളൊന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ അവൻ തന്നെയല്ല അതിൻ്റെ ഡയലോഗ്സ് എല്ലാം അവൻ തന്നെയാണ് പറയുന്നത്. ക്യാമറ ഞങ്ങൾ ചെയ്തു കൊടുക്കും. അച്ഛൻ രാജേഷ് കമ്പള കുവൈറ്റിൽ ജോലിയിലും പൊതുപ്രവർത്തനവും സിനിമാ മേഖലയുമായി മുന്നോട്ട് പോകുന്നു. നിരോഷിനെ പോലുള്ള കൊച്ചു കലാകാരന്മാരെ ഉയർത്തിക്കൊണ്ടുവരേണ്ടത് വീടുകളിൽ നിന്ന് തന്നെയാണ്. എങ്കിലും അവർക്കുള്ള എല്ലാ സപ്പോർട്ടും നൽകേണ്ടത് നമ്മുടെ സമൂഹം കൂടിയാണ്. ക്യാമറമാൻ ബിനീഷിനൊപ്പം ജയദേവൻ, സിറ്റി ന്യൂസ്, കണ്ണൂർ. 35ാമത് ദേശീയ സീനിയർ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പ് മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഡിസംബർ 31 മുതൽ ജനുവരി 3 വരെ നടക്കും. 26 സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശത്തെയും സർവീസ് ടീമിനെയും പ്രതിനിധീകരിച്ച് 700ഓളം കായിക താരങ്ങളാണ് മത്സരത്തിൽ പങ്കെടുക്കുക. 31-ന് രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യും. കണ്ണൂരിൽ 31 മുതൽ ദേശീയ സീനിയർ മെൻ ആൻഡ് വിമൺ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പ് ആരംഭിക്കുകയാണ്. ഇതിനു മുമ്പ് തന്നെ നിങ്ങളിതെല്ലാം അറിഞ്ഞിട്ടുണ്ട്. സംഘാടക സമിതി മുതൽ മാധ്യമത്തിന്റെയും അതുപോലെ തന്നെ മാധ്യമങ്ങളുടെയും കണ്ണൂർ പ്രസ് ക്ലബിന്റെയും അഭേദ്യമായ സഹായവും ഇടപെടലുകളും ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന ടൂർണമെന്റാണ്. ഉത്തരാഖണ്ഡിൽ വെച്ച് നടക്കുന്ന ദേശീയ ഗെയിംസിന്റെ സെലക്ഷൻ മാച്ച് കൂടിയാണ്. ഇന്ത്യയിലെ പ്രമുഖരായിട്ടുള്ള എല്ലാ കായിക താരങ്ങളും ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഫെൻസിങ്ങിനകത്ത് ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടുള്ള ശ്രീ ഭവാനി ദേവി മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ ഇന്ത്യക്ക് വേണ്ടി പ്രതികരിച്ച് കോമൺവെൽത്തിലൊക്കെ മെഡൽ നേടിയിട്ടുള്ള നിരവധി കായിക താരങ്ങൾ ഈ മത്സരത്തിനകത്ത് പ്രധാനമായിട്ടും ജിഷോ നിധി, കിരൺ ഉൾപ്പെടെയുള്ള മെൻ സെക്ഷനിലുള്ള കായിക താരങ്ങൾ ഉൾപ്പെടെ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ സംഘാടക സമിതി വളരെ നേരത്തെ സുമേഷ് MLA-യുടെ നേതൃത്വത്തിൽ ചെയർമാനായി രൂപീകരിക്കുകയും വളരെ നല്ല രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഉത്തരാഖണ്ഡിൽ നടക്കുന്ന 38ാമത് ദേശീയ ഗെയിംസിന് സെലക്ഷൻ മത്സരം കൂടിയാണ് ഈ ചാമ്പ്യൻഷിപ്പ്. ഒളിമ്പ്യൻ ഭവാനി ദേവി ഉൾപ്പെടെ ഇന്ത്യയുടെ ദേശീയ അന്തർദേശീയ താരങ്ങൾ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നു. പ്രത്യേകം സജ്ജീകരിച്ച 13 പിസ്റ്റുകളിൽ ആണ് മത്സരങ്ങൾ നടക്കുക. എപ്പി, സാബർ, ഫോയൽ വിഭാഗത്തിൽ ടീം മത്സരങ്ങളും വ്യക്തിഗത മത്സരങ്ങളും നടക്കും. ഫെൻസിംഗ് ഫെഡറേഷൻ സെക്രട്ടറി രാജീവ് മേത്ത, MP-മാരായ കെ സുധാകരൻ, വി ശിവദാസൻ, ഫെൻസിംഗ് ഫെഡറേഷൻ ട്രഷറർ ബഷീർ അഹമ്മദ് ഖാൻ, കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫ് അലി,
ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ എന്നിവർ പങ്കെടുക്കും. രാവിലെ 9 മണി മുതൽ 7 മണി വരെയാണ് മത്സര സമയം. ജനുവരി 2 രാവിലെ ഏഷ്യൻ ഫെൻസിംഗ് സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത രാജീവ് മേത്തക്ക് മുണ്ടയാട് സ്റ്റേഡിയത്തിൽ സ്വീകരണം നൽകും. സമാപന സമ്മേളനം ജനുവരി 3 വൈകിട്ട് സ്പീക്കർ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്യും. അഡീഷണൽ ചീഫ് സെക്രട്ടറി ജയതിലക്, തലശ്ശേരി രൂപത ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി, സജി ജോസഫ് MLA, എം വിജിൻ MLA എന്നിവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ KV സുമേഷ് MLA, OK വിനീഷ്, ഡോക്ടർ NK സൂരജ്, മുജിബ് റഹ്മാൻ, VP പവിത്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കണ്ണൂർ ജില്ലാ ദുബായ് KMCCയുടെ ആഭിമുഖ്യത്തിൽ മുഖാമുഖ വർത്തമാനം ഇൻസൈറ്റ് ലാബ് സംഘടിപ്പിച്ചു. രാഷ്ട്രീയം, യുവത, സാമൂഹ്യ സാഹചര്യങ്ങൾ, തൊഴിൽ, കലാലയങ്ങൾ, മാറിവരുന്ന ജീവിത കാഴ്ചപ്പാടുകൾ തുടങ്ങിയ വിഷയങ്ങളിൽ മികച്ച ആശയങ്ങളുടെ പ്രകാശന വേദി കൂടിയായി ഇൻസൈറ്റ് ലാബ്. സെക്രട്ടറി റിയാസ് തലശ്ശേരി ഇൻസൈറ്റ് ലാബ് ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് നസീർ നെല്ലൂർ മുഖ്യാതിഥിയായി. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്, മലയാള സാഹിത്യത്തിലെ ഇതിഹാസമായിരുന്ന MT വാസുദേവൻ നായർ എന്നിവരുടെ നിര്യാണത്തിൽ അനുശോചിച്ച് മൗനപ്രാർത്ഥനയും നടന്നു. മക്രേരി അമ്പലത്തിലെ ആജ്ഞനേയ ലക്ഷാർച്ചനയും ദക്ഷിണാമൂർത്തി സ്മൃതിലയ ത്യാഗരാജ അഖണ്ഡ സംഗീതാരാധനയും തുടങ്ങി. വെള്ളിയാഴ്ച രാവിലെ ആജ്ഞനേയ ലക്ഷാർച്ചന നടത്തി. വൈകിട്ട് സന്തോഷ് കൈലാസ്, സുനിൽ വടകര എന്നിവർ അവതരിപ്പിച്ച സോപാന സംഗീതവും തുടർന്ന് സാംസ്കാരിക സമ്മേളനവും മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ TC ബിജു ഉദ്ഘാടനം ചെയ്തു. ഇത് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളെത്തുന്നത് ആരാധ്യനായ സംഗീതജ്ഞൻ ദക്ഷിണാമൂർത്തി സ്വാമികളുടെ അടുത്തേക്കാണ് നമ്മളെല്ലാവരും എത്തുന്നത്. ദക്ഷിണാമൂർത്തി സ്വാമികളെ എനിക്ക് നല്ല പരിചയമുണ്ട്. ഞാൻ കാടാമ്പുഴ ക്ഷേത്രം, അതുപോലെ തന്നെ മമ്മേലി ക്ഷേത്രത്തിലൊക്കെ എക്സിഡോസറായിട്ട് ഉണ്ടായിരുന്ന ആളാണ്. ആ സമയത്ത് അദ്ദേഹത്തെ ഞാൻ ഈ ക്ഷേത്രങ്ങളിലൊക്കെ വിളിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു തവണ കാടാമ്പുഴ ക്ഷേത്രത്തിൽ ഒരു വലിയ പ്രോഗ്രാമിന് അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞില്ല. അദ്ദേഹം മദ്രാസിൽ ഒരു പുതിയ ചടങ്ങിലായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ വരും, ഒരു ദിവസം ഞാൻ വരും, നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു ദിവസം ഞാൻ വരുമെന്ന് അദ്ദേഹം പറയുകയും അങ്ങനെ ഒരു 3-4 ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നിയും ഒത്ത് അവിടെ വരികയും 3 ദിവസം ക്ഷേത്രത്തിൽ രാവിലെ തുടങ്ങുമ്പോൾ സ്വാമി അവിടെ ഉണ്ട്, വൈകുന്നേരം നാടടയ്ക്കുന്നതുവരെ സ്വാമി അവിടെ ഇരുന്ന് ഭജനയായിട്ട് ഇരിക്കുകയും 3 ദിവസം തുടർച്ചയായിട്ട് ആ ക്ഷേത്രത്തിൽ ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു. മലബാർ ദേവസ്വം ബോർഡ് മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ദക്ഷിണമൂർത്തി സംഗീത പുരസ്കാരം കർണാടക സംഗീതജ്ഞ ഡോക്ടർ മാലിനി ഹരിഹരനെ പ്രൊഫസർ PR കുമാര കേരളവർമ്മ സമ്മാനിച്ചു. ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ MT രാമനാഥ ഷെട്ടി, NK ബൈജു, T പരമേശ്വര പൊതുവാൾ, K രവീന്ദ്രൻ, NV ഹേമത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഡോക്ടർ മാലിനി ഹരിഹരൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി, 8:30 ഹരിശ്രീ സംഗീത നാട്യ കലാക്ഷേത്രം അവതരിപ്പിച്ച നൃത്തനൃത്യങ്ങളും അരങ്ങേറി. 28 രാവിലെ 8 ദക്ഷിണാമൂർത്തി സ്മൃതിലയ ത്യാഗരാജ അഖണ്ഡ സംഗീതാരാധനയ്ക്ക് തുടക്കമാവും. 24 മണിക്കൂർ നീളുന്ന സംഗീതാരാധന 29 രാവിലെ 8 സമാപിക്കും. പരിപാടിയിൽ നിരവധി സംഗീതജ്ഞർ പങ്കെടുക്കും. സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 7,235, പവന് 57,080, വെള്ളി 99 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അധ്യാപകർ സാമൂഹ്യ നവോത്ഥാനത്തിന് നേതൃത്വം നൽകണമെന്ന് TP നഫീസ ബേബി. പരാമർശം KNM അധ്യാപക പരിശീലന കോഴ്സിന്റെ ഉദ്ഘാടന വേളയിൽ. അധ്യാപകർക്ക് മാത്രമേ മികച്ച പൗരന്മാരെ വാർത്തെടുക്കാൻ കഴിയൂ എന്നും നഫീസ ബേബി. വളപട്ടണം പാലത്തിൽ ഗതാഗത കുരുക്ക് രൂക്ഷം. മിന്നൽ പണിമുടക്ക് നടത്തി ബസ്സുകൾ. KSTP റോഡ് വഴി ഗതാഗതം നടത്താൻ അനുവദിക്കണമെന്ന ആവശ്യം. അനാവശ്യമായി ബസ്സുകൾക്കെതിരെ നടപടിയെടുക്കുന്നത് നിർത്തണമെന്നും ഉടമകൾ. കുഞ്ഞു കൈകളിൽ പിറന്നത് 30ഓളം ഹ്രസ്വ സിനിമകൾ. ചിത്രീകരിച്ചതെല്ലാം മൊബൈൽ ഫോണിൽ. അഴീക്കോട്ടെ കുഞ്ഞു താരമായി നിരോഷ് കൃഷ്ണ രാജേഷ്. തേടിയെത്തിയത് നിരവധി അംഗീകാരങ്ങൾ.
വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.